ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയും തമ്മിൽ ബെയ്ജിംഗിൽ നിർണായക കൂടിക്കാഴ്ച നടത്തുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി വിഷയം ചർച്ച ചെയ്യുന്നതിനുള്ള പ്രത്യേക പ്രതിനിധികളുടെ 25ാമത് വട്ട ചർച്ചയ്ക്കാണ് ചൈനീസ് തലസ്ഥാനം വേദിയാകുന്നത്. തന്റെ ബെയ്ജിംഗ് സന്ദർശന വേളയിൽ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻ ജംഗുമായും അജിത് ഡോവൽ പ്രത്യേക കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള 3488 കിലോമീറ്ററിലധികം ദൈർഘ്യമുള്ള അതിർത്തിയിലെ തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കുക, അതിർത്തിയിലെ സൈനിക സാന്നിധ്യം ലഘൂകരിക്കുക, യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ശാശ്വത സമാധാനവും ശാന്തതയും പുനഃസ്ഥാപിക്കുക എന്നിവയാണ് ഈ ഉച്ചകോടി കൊണ്ടുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അടുത്തിടെ അരുണാചൽ പ്രദേശിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ചൈനീസ് സൈന്യം പുതിയ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ ശ്രമിച്ചതും അതുവഴി ഉടലെടുത്ത നയതന്ത്ര സംഘർഷാവസ്ഥകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അജിത് ഡോവലിന്റെ ഈ ചൈനീസ് സന്ദർശനം ഏറെ ശ്രദ്ധേയമാകുന്നത്. കലുഷിതമായ അന്തരീക്ഷത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെയും വ്യാപാര സൈനിക മേഖലകളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുന്നതിന്റെയും ഭാഗമായാണ് ചർച്ചകളെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. തികച്ചും സ്ഥിരവും പ്രവചനാതീതവും ക്രിയാത്മകവുമായ ഉഭയകക്ഷി ബന്ധം പരസ്പര വിശ്വാസം വളർത്താൻ സഹായിക്കുമെന്ന് അജിത് ഡോവൽ കൂടിക്കാഴ്ചയിൽ ശക്തമായി ഊന്നി പറഞ്ഞിട്ടുണ്ട്. വരും ആഴ്ചയിൽ കിർഗിസ്ഥാനിലെ ബിഷ്കെക്കിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഈ സുപ്രധാന ചർച്ച നടക്കുന്നത്. കൂടാതെ അടുത്ത മാസം ന്യൂഡൽഹിയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇന്ത്യ സന്ദർശിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ഡോവലിന്റെ ദൗത്യത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഈ സന്ദർശനം യാഥാർത്ഥ്യമായാൽ 2020 സംഘർഷങ്ങൾക്ക് ശേഷം, അതായത് 7 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള ഷീ ജിൻപിങ്ങിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത്. 2020 കിഴക്കൻ ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിലുണ്ടായ കടുത്ത സൈനിക ഏറ്റുമുട്ടലിനെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ രീതിയിലുള്ള ഉലച്ചിൽ തട്ടിയിരുന്നു. തുടർന്ന് ഇരു രാജ്യങ്ങളുടെയും ഭാഗത്തു നിന്ന് ഒട്ടനവധി സൈനിക നയതന്ത്ര ചർച്ചകൾ നടന്നതിന് ശേഷമാണ് അതിർത്തിയിൽ നിന്നും സൈന്യത്തെ ഭാഗികമായി പിൻവലിക്കുന്നതടക്കമുള്ള നിർണായക നടപടികൾ ഉണ്ടായത്. 2020 വലിയ സംഘർഷത്തിന് ശേഷമുള്ള ഓരോ പ്രധാന ഘട്ടങ്ങളിലെയും സൈന്യ പിന്മാറ്റമോ സമവായങ്ങളും അജിത് ഡോവലും വാങ് യിയും തമ്മിൽ നടത്തിയ രഹസ്യവും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സാധ്യമായിട്ടുണ്ട്. എന്തായാലും ഇന്ത്യയും ചൈനയും പരസ്പരം ശത്രുക്കളല്ല എന്നും ഏഷ്യയിലെ ഏറ്റവും വലിയ 2 വികസന പങ്കാളികളാണെന്നും ഇരു രാജ്യങ്ങളുടെയും പ്രധാന നേതാക്കൾ മുൻപും തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ്. പരസ്പര ബഹുമാനത്തിന്റെയും സംയുക്ത താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന സ്ഥിരതയാർന്ന ബന്ധം മേഖലയിലെ രാജ്യങ്ങളുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും അത്യന്താപേക്ഷിതമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അതിർത്തിയിലെ തർക്കങ്ങൾ നയതന്ത്ര മേശപ്പുറത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഉഭയകക്ഷി ബന്ധത്തിലെ സമീപകാല പുരോഗതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനാണ് ഇരു സർക്കാരും ഈ ചർച്ചയിലൂടെ തന്ത്രപരമായി ലക്ഷ്യമിടുന്നത്.